ഹായ് ചങ്ങാതിമാരെ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്നേ ഒരു വിഷയത്തിനെ കുറിച്ച് തന്നെ പറയാട്ടോ. വേറൊന്നുമല്ല, നമ്മുടെ യൂട്യൂബിൽ നിന്ന് തന്നെ ഞാൻ കണ്ടിട്ട് അതുകൊണ്ട് എനിക്ക് അതുവഴി പോയിട്ട് അതുകൊണ്ട് എനിക്ക് ദുരന്തമാണ് സംഭവിച്ചത്. എന്താണോ ഞാൻ പറയാം. ഇപ്പോൾ ഒരു 100 പേരെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരു 50 പേർക്കെങ്കിലും ക്യാൻസർ പേഷ്യൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ സിംറ്റംസ് ഉള്ളവരായിരിക്കും. അങ്ങനെയൊക്കെ ആയിരിക്കും. നമ്മുടെ ജീവിതശൈലി കൊണ്ടോ അങ്ങനെ എന്തൊക്കെയാണ് ഇപ്പോൾ എല്ലാവർക്കും അതൊക്കെ ഉണ്ട്. ഇപ്പോൾ ടെസ്റ്റ് ചെയ്ത് ആർക്കൊക്കെ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയാൻ പാടില്ല. എന്നാലും ഞാൻ പറയാം. ഇതുപോലെ ഒരു 5 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ യൂട്യൂബിൽ നിന്ന് കണ്ടതാണ്. നമ്മുടെ മരിച്ചുപോയ ഉമ്മൻചാണ്ടി സാറിൻ്റെ ക്യാൻസർ നമ്മുടെ കാസർഗോഡ് മാലോം എന്ന സ്ഥലത്ത് തങ്കച്ചൻ വൈദ്യൻ എന്ന് പറഞ്ഞു ഒരുത്തെ, അങ്ങനെ ഞാൻ പറയുള്ളൂ, മാറ്റിക്കൊടുത്തു എന്നുള്ളൊരു വീഡിയോ കണ്ടു. എൻ്റെ വാപ്പയ്ക്ക് തൈറോയ്ഡ് ക്യാൻസർ ആയിരുന്നു കേട്ടോ. എറണാകുളം ലിസിയിലായിരുന്നു അത് സ്ഥിരീകരിച്ചത്. പക്ഷേ എന്തോ അദ്ദേഹം ആ ട്രീറ്റ്മെൻറ്റ് പോകാൻ മടിച്ചു. നമുക്ക് ആയുർവേദം നോക്കാമെന്ന് പറഞ്ഞു. പുള്ളി തന്നെയാണ് ഇത് കണ്ടിട്ട് ഞങ്ങളോട് പറഞ്ഞു നമുക്ക് ഇതുവഴി പോകാം എന്ന് പറഞ്ഞത്. ഉമ്മൻചാണ്ടി സാറിനെ പോലുള്ള വലിയ ആൾക്കാരുടെയൊക്കെ മാറ്റിക്കൊടുത്തതല്ലേ, അപ്പോൾ പുള്ളിയുടെയും മാറ്റുമെന്ന് കരുതി ഞങ്ങൾ നേരെ കാസർഗോഡ് ചെല്ലുന്നു. മാലോം എന്നുള്ള സ്ഥലത്താണേ, ഒരു മുസ്ലിം പള്ളിയൊക്കെ അടുത്തുണ്ട്. വെളുപ്പിന് ഒരു 5 മണിക്ക് ബാങ്ക് നിൽക്കുന്ന സമയത്തൊക്കെയാണ് ചെന്നത്. നിസ്കരിക്കാനായിട്ട് ആ പള്ളിയിൽ ചെന്നപ്പോൾ അവിടെയുള്ളവർ ചോദിച്ചു എവിടെന്നാ എങ്ങനെയാ എന്താന്നേക്കാം. പക്ഷെ അവിടെ ഉള്ളവരോട് ഈ കാര്യം പറഞ്ഞപ്പോൾ അവർ വേറെ ഒന്നും പറഞ്ഞില്ല, ഒന്ന് മുഖം ചുളിച്ചതേ ഉള്ളൂ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ട ചിരങ്ങിനും ചൊറിക്കും ഒക്കെ ചികിത്സിച്ചുകൊണ്ടിരുന്ന പുള്ളി എപ്പോഴാണ് ക്യാൻസറിന് ചികിത്സിക്കാൻ തുടങ്ങിയെന്നാണ് എല്ലാവരും ചിന്തിച്ചിരിക്കും. അതിൻ്റെ അകത്ത് ചെന്നപ്പോൾ കുറേ ഒരു ബെഞ്ചിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ ഒരു സീറ്റയിൽ 5-6 പേര് ഇരിപ്പുണ്ട്. അവർ പറയുകയാണ് ഞങ്ങളുടെ ഇന്ന അസുഖം ഈ സാറാണ്, ഈ വൈദ്യനാണ് മാറ്റി തന്നത്, പെട്ടെന്ന് മാറും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ടേണനുസരിച്ച് കയറി. പുള്ളി കൂളായിട്ട് പറഞ്ഞു, ഓ ഇതൊന്ന് സാറായിട്ട് മാറ്റിത്തരാം, കീമോയൊന്നും ചെയ്യണ്ട, കീമോയ്ക്ക് പകരം ഒരു കരിക്കും വെള്ളം കുടിച്ചാൽ മതിയെന്ന്. ഞങ്ങളത് വിശ്വസിച്ചു. ബില്ലോ 25,000 രൂപയുടെ മരുന്ന്, ഒരു വലിയ ബോക്സ്, എന്തൊക്കെയോ മുറുക്കിയതും കഴിച്ചതും പൊടിച്ചതും എന്തൊക്കെയോ സാധനങ്ങൾ. അത് 5 മിനിറ്റും 3 മിനിറ്റും ഗ്യാപ്പിന് ഒരാൾ സ്ഥിരമായിട്ട് അടുത്ത് നിന്ന് അത് കൊടുത്ത് ട്രീറ്റ് ചെയ്യണമെന്നാണ് ആ പുള്ളി പറഞ്ഞത്. പുള്ളി തന്നെ പറയുള്ളൂ. എന്ത് പറഞ്ഞാൽ വീട്ടിൽ പറഞ്ഞു അത് ദൈവമായിട്ട് കണ്ടു, കാരണം അസുഖം ഇതായിപ്പോയില്ലേ, അയാളെ ദൈവമായിട്ട് കണ്ടു, അസുഖം ഇതായിപ്പോയില്ലേ. ആ വാപ്പ വന്ന് ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് അതോ വായിൽ വെച്ചാൽ ഇറക്കാൻ വയ്യാത്ത ചവർപ്പോ കയ്പോ. ചേന മാത്രമാണ് തിന്നാൻ പറഞ്ഞത്. ചേന, ഇറച്ചിയോ അങ്ങനെ ഒന്നും കഴിക്കാനൊന്നും പറഞ്ഞില്ല. ചേന മാക്സിമം, ചേന പിന്നെ ഹെർബലല്ല ആയിക്കോട്ടെ, വെട്ടിപ്പുഴുങ്ങി എന്നും ഡെയിലി ഉച്ചയ്ക്ക് മീൻകറി കൂട്ടി ചോറിനണം വാപ്പായായിരുന്നു. ഈ അസുഖം മാറണ്ടില്ലെന്ന് കരുതി പുള്ളി അതൊക്കെ ആ കഴിക്കണം മരുന്നും 3 മിനിറ്റും 7 മിനിറ്റും ഗ്യാപ്പിലിരുന്ന് കുടിച്ച് ഓരോ മാസം കഴിയുന്തോറും പുള്ളിയുടെ 3 മാസം കഴിഞ്ഞു. പുള്ളിക്ക് കൂടുതൽ ബുദ്ധിമുട്ടായിരുന്നു. തൊണ്ടയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നീട് അപ്പോഴോ ഒന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന് ഒന്നും കൂടി ആലോചിച്ചു. പോയി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നേരെ തലയിലേക്ക് സംഭവം പിടിച്ചിരിക്കുന്നു. ഈ പുള്ളിയുടെ അടുത്ത് നേരെ വച്ച് പിടിച്ച് ചോദിച്ചപ്പോൾ പറയാം കേട്ടോ, നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സർജറി ചെയ്തു പോളെ. 2 തവണ ഞങ്ങൾ പോയി. 25,000 ആദ്യത്തെ തവണ, പിന്നെ അതിൽ കൂടി ഈ കഴിക്കണ മരുന്നും പഥ്യങ്ങളും തന്നെ. ഇയാൾ കൂടുതൽ വിശ്വാസം നമുക്ക് തന്നു. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും നമ്മൾ ചെന്നത്. എന്നിട്ടും അയാൾ ലാസ്റ്റ് ആയപ്പോൾ കൈ വിട്ടു പോയി എന്ന് കണ്ടപ്പോൾ അയാൾ പറയാം നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സർജറി ചെയ്തോളാൻ. ഇങ്ങനെയുള്ള ചെറ്റകളെ പ്രൊമോട്ട് ഇപ്പോഴും ചെയ്യുന്നുണ്ട്. FBയിലാവട്ടെ, ഇൻസ്റ്റയിൽ ഞാൻ കണ്ടിട്ടില്ല, FBയിലാവട്ടെ, യൂട്യൂബിലാണെങ്കിലും കൂടുതലും തങ്കച്ചൻ വൈദ്യനൊന്നും അല്ലവൻ. ഒടുക്കൻ ഞങ്ങളുടെ വാപ്പ എല്ലാ സ്റ്റേജും കഴിഞ്ഞു പോയിരുന്നു. അദ്ദേഹത്തിന് ഫുഡും കഴിക്കാൻ പറ്റില്ല. അവസാനം കീമോ ചെയ്തപ്പോൾ ആകെ അവശതയായിപ്പോയി. 4th സ്റ്റേജായിപ്പോയി. തൊടസം ഉണ്ടായിരുന്ന വാപ്പായാണ്. അപ്പോൾ തൈറോയ്ഡ് ക്യാൻസർ 2nd സ്റ്റേജ് കണ്ടുപിടിച്ച ഞങ്ങളുടെ വാപ്പാനെ 4th സ്റ്റേജ് വരെ ആക്കിയത് ഈ മാലോമിലുള്ള തങ്കച്ചൻ വൈദ്യൻ എന്ന ചെറ്റയാണ്. അവൻ 2nd സ്റ്റേജിൽ തൈറോയ്ഡ് ക്യാൻസർ നിന്ന ഞങ്ങളുടെ വാപ്പാനെ 4th
സെക്കൻഡ് സ്റ്റേജിൽ തൈറോയ്ഡ് ക്യാൻസർ ഉണ്ടായിരുന്ന ആ മനുഷ്യനെ 4th സ്റ്റേജ് വരെ ഇങ്ങേരുടെ വാക്ക് കേട്ട് ആക്കി. കാരണം എന്താ, ഇയാൾ ദൈവമാണെന്ന് കരുതി ഞങ്ങൾ അങ്ങോട്ട് ഈ കഴിക്കണേ പൊടിയും അതും ഇതൊക്കെ കലക്കി കുടിച്ചു. അവസാനം ടെസ്റ്റ് ചെയ്തപ്പോൾ ബ്രെയിനിലേക്ക് കയറി 4th സ്റ്റേജായി. ഇനിയിപ്പോൾ സർജറിയും കൊണ്ട് രക്ഷയില്ലാന്നായി. കീമോ വേണമെങ്കിൽ ചെയ്യാമെന്ന് എറണാകുളം നമ്മുടെ ജനറൽ ഹോസ്പിറ്റലിൽ നിന്ന് അവിടുത്തെ ട്രീറ്റ്മെൻറ്റായി. അവസാനം അത് നേരത്തെ ആയിരുന്നെങ്കിൽ രക്ഷപ്പെടുത്തി എടുക്കാമെന്ന് അവിടുത്തെ ഡോക്ടർ തന്നെ പറഞ്ഞു. അപ്പോൾ ദയവ് ചെയ്ത്, ഇപ്പോൾ ക്യാൻസർ എന്നുള്ള രോഗം ഒട്ടുമിക്ക സ്ഥലങ്ങളിലും എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥ വരുമ്പോൾ എന്ത് ചെയ്താൽ എവിടെ പോയാൽ മാറും എന്നുള്ളൊരു വിഷമം കൊണ്ടായിരിക്കും ആൾക്കാർ അലയുമായിരിക്കും ഞങ്ങളെ കൂട്ട്. ദയവ് ചെയ്ത് ഈ മനുഷ്യൻ്റെ പേര് പറഞ്ഞു കൊടുത്തോട്ട് ആരും പോകരുത്. ഒരു അനുഭവസ്ഥ എന്ന നിലക്ക് പറയായിരുന്നു. അവസാനം ദയവ് ചെയ്ത് ഈ ക്യാൻസർ രോഗം ആദ്യമായിട്ട് കണ്ടുപിടിക്കുമ്പോൾ എവിടെ എന്ത് ട്രീറ്റ്മെൻറ്റ് എവിടെ പോയി ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ടാകും. അപ്പോൾ ഈ വൈദ്യൻ്റെയും ഇങ്ങനെയുള്ള ആളുകളുടെയൊക്കെ ഇത് കണ്ട് ആൾക്കാർ സൂപ്പറാന്നൊക്കെ പറഞ്ഞ് ബ്ലോഗൊക്കെ ഇടണ്ടായിരിക്കും. ഒരു സൂപ്പറും ഇല്ല കേട്ടോ, സൂപ്പറും ഇല്ല. അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത്, ഞങ്ങൾ അവസാനം പോയത് എറണാകുളം ജനറൽ ഹോസ്പിറ്റലാണ്. അവിടെ ചെന്നപ്പോൾ ഞങ്ങളോട് ആ ഡോക്ടർ എന്താ പറഞ്ഞതെന്നറിയോ, സെക്കൻഡ് സ്റ്റേജിലായിരുന്നപ്പോൾ ഇവിടെ വന്നിരുന്നെങ്കിൽ ആളെ രക്ഷപ്പെടുത്തി തരായിരുന്നു എന്ന്. നിങ്ങളുടെ ആരും അങ്ങോട്ടൊക്കെ പോകാൻ പറഞ്ഞതെന്ന്. ശരിയല്ലേ, ഒടുക്കം വാപ്പാക്ക് വേണമെങ്കിൽ 2-3 കീമോ ചെയ്യാമെന്ന് പറഞ്ഞു. 2-3 കീമോയ്ക്ക് പകരം 2 കീമോ ചെയ്തപ്പോഴേക്കും ആളവശതയായി. ഫുഡൊന്നും കഴിക്കാതെ ഒക്കെ ആൾ ഡൗണായിപ്പോയി, തളർന്ന പോലെ. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആലുവയിലെ നമ്മുടെ ഹൈദരാലി ഡോക്ടർ എന്നൊരു ഡോക്ടറുണ്ട്. അവിടെ ഒരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് നടത്തുന്നുണ്ട്. അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, അവസാന നിമിഷങ്ങളിൽ ഇച്ചിരി സമാധാനവും സ്വസ്ഥതയും അവരുടെ നല്ലൊരു പരിചരണവും കിട്ടി. നല്ല രീതിയിൽ ഒന്ന് ഇച്ചിരി മനസ്സമാധാനത്തോടു കൂടി ഒരിർക്ക് വെള്ളം കുടിക്കാൻ പറ്റും. ആ രീതിയിൽ ആ ഡോക്ടറും അവിടുത്തെ പ്രവർത്തകരും നമ്മളെ സജ്ജാക്കി തരും. അപ്പോൾ ദയവ് ചെയ്ത്, കൈവിട്ട് പോവുകയാണ്, ഇനി ആളില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോവുക. അല്ലാതെ ദയവ് ചെയ്ത് ഇതുപോലുള്ള വ്യാജ വൈദ്യന്മാരുടെ അടുത്തേക്ക് പോകരുത്. അയാൾക്ക് ലൈസൻസ് ഉണ്ട്, അയാളുടെ പേരിലല്ല. സീതാറാം അങ്ങനെ എന്തോ ഒരു ആയുർവേദ ഇതാണ്, ഒരു ലേഡി ഡോക്ടറുടെ പേരിലാണ് ആ ലൈസൻസ്. ഞങ്ങൾ കേസിനൊക്കെ പോകാൻ നോക്കിയതാണ്, പക്ഷേ ലൈസൻസും ഉണ്ട് അവർക്ക്. ലൈസൻസ് ആ സ്ത്രീയുടെ ഒരു ലേഡി ഡോക്ടറുടെ പേരിലാണ്. അതുകൊണ്ട് മാത്രം ഞങ്ങൾക്ക് പോയിട്ട് കാര്യമില്ലാതുകൊണ്ട് ഞങ്ങൾ മടങ്ങി. അപ്പോൾ ദയവ് ചെയ്ത് ക്യാൻസർ രോഗം കണ്ടുപിടിക്കപ്പെട്ടവർ നമുക്കിന്ന് നല്ല വൈദ്യ ചികിത്സയുണ്ട്. ഒന്നുമില്ലെങ്കിൽ RCC പോവുക തിരുവനന്തപുരം, അല്ലെങ്കിൽ പിന്നെ എറണാകുളത്തുകാരാണെങ്കിൽ അല്ലെങ്കിലും എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ ചെല്ലുക. പിന്നെ കൈവിട്ട് പോയി രക്ഷയില്ല എന്ന് തോന്നുകയാണെങ്കിൽ അവർക്ക് ഇച്ചിരി നല്ല സമീപനം കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കൂട്ട് ആലുവയിലുള്ള ഹൈദരാലി ഡോക്ടറിൻ്റെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് പോവാം. ഞാനൊരു അനുഭവസ്ഥ എന്ന നിലക്കാണ് ഈ പറയുന്നത്. ദയവ് ചെയ്ത്, ഇന്നിപ്പോൾ കൂടി വരുന്ന ഇത് ഇന്നും കൂടി ഞാൻ ആ ഒരു പോസ്റ്റ് കണ്ടതോടു കൂടിയാണ് ഇത് പ്രതികരിക്കാൻ തോന്നിയത്. ദയവ് ചെയ്ത് ഇത് ഷെയർ ചെയ്യണം.